കാണാൻ പ്ലാൻ ഉള്ളവർ ആ ശക്തി ഒന്ന് കാണിക്കാമോ? എല്ലാവരോടും ഒരുമിച്ച് ഹലോ മമ്മി എന്ന് പറയുന്നു പറഞ്ഞാലോ? അവര് ഹലോ മമ്മി ഹാ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയില്ലേ ആണോ? അവർ പറയായിരിക്കും. പറയോ? ഉറപ്പാണോ? ഹലോ മമ്മി പറയാ. 1 2 3. താങ്ക് യു. ഞങ്ങളിപ്പോൾ കുറേ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു, ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കാണുന്നു. അത് കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാ. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഈ വേദിന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് 6 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. കാരണം ഈ സിനിമ ഒറ്റയ്ക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് 6 പേരുണ്ട്. അതിലൊരാളാണ് ഇത് സജിൻ ഒരുപാട് കാശിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വൈശാഖ് എന്നാണ് പേര്. ആദ്യത്തെ പടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം പാവത്തിന് വേണ്ടിയിട്ട്, ഈ പാവത്തിന് വേണ്ടിയിട്ട്. ഇത് ഗംഗാമീര ചേച്ചിയാണ്. വകുപ്പൻ എൻ്റെ അമ്മായിയമ്മയായിട്ട് വരുന്ന ഈ സിനിമയിൽ ബോണിയുടെ മദറാണ്. പക്ഷേ പുള്ളിക്കാട്ടിക്ക് അത്ര പ്രായമൊന്നുമില്ല, പാവം ചെറുപ്പക്കാരിയായ അമ്മ അല്ലേ? അതെ, വളരെ ചെറുപ്പക്കാരിയാണ്. പക്ഷെ അമ്മയായിട്ട് ഇദ്ദേഹമാണ് സാൻജോ ജോസഫ്. ഫാലിനി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഫാലിനിയുടെ എഴുത്തുകാരനാണ് ഈ ഹലോ മമ്മിയുടെയും എഴുത്ത് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വന്ത് ഗോപിന്റെ റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇനി പോയി കണ്ടോ. സോറി, ഇതൊക്കെ ഇത് പരിചയപ്പെടുത്തുണ്ടല്ലോ. ഇതാണ് എൻ്റെ ബോണി. പാട്ടൊക്കെ ഇടാൻ പറ്റുന്നത് അല്ല, ബോണി ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതാണ്. അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക, ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരും സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി. കുട്ടികൾക്ക് ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആക്ച്വലി ഒരു സ്ഥലത്ത് പോലും ജംപ് സ്കെയറോ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്നൊന്നുമില്ല. സിനിമയുടെ വളരെ ഫണ്ണായിട്ടുള്ള പാട്ടുകളാണ് നിൽക്കുന്നത്. അതൊരു ഫാൻറ്റസി മൂഡാണ് സിനിമയ്ക്ക് ഉള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രേരണ കുഞ്ഞിനെയാണ്. ഐഷുവാണ് സിനിമയിലെ താരം. ഐഷുവെ തൊട്ടവന്റെ അതെ കഥ പ്രശ്നമാണ്, പിന്നെ കാര്യം പോക്കാണ്. അപ്പോൾ അതേപോലെയുള്ള വളരെ എന്താ പറയുക മമ്മിയുടെ പൊന്നോമനയായിട്ടുള്ള സ്റ്റെഫിയാണ്. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കാണാൻ ഇത്ര പരിപാടികളൊക്കെ ഉണ്ടാവും വിചാരിച്ചില്ല. നിങ്ങൾ ഭയങ്കര സംഭവമൊക്കെ കളഞ്ഞു നിങ്ങൾ. എന്നിട്ട് കൂളായിട്ട് വന്ന് ഇന്റർവ്യൂ തന്നിട്ട് പോയി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റെഫി? ആക്ച്വലി ആ ഒരു അമ്മ മകൾ ബന്ധമൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചായി കേട്ടോ. അതെ, മലയാള സിനിമയിൽ ഭയങ്കര സ്ട്രോങ് ലൈക്ക് മോം ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ മോം ആൻഡ് സൺ ആയിട്ടുള്ള സിനിമകൾ വരുന്നത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിലൊരു സിനിമയാണ് ഹലോ മമ്മി, വിച്ച് ഇസ് വൈ ഫാമിലി ഓഡിയൻസ് ആർ ലൈക്കിംഗ്. സോ അബൌട്ട് സ്റ്റെഫി ആൻഡ് എൻറ്റയർ ജോണർ. എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോൾ 7 വർഷമായി സിനിമയിലുണ്ട്. എനിക്ക് ഇത്രയും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ, സിനിമ കണ്ടു, ഒരുപാട് ചിരിച്ചു, ഫാമിലിയായിട്ടാണ് പോയത്, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മി എന്നാണ്. അതുവരെ സീരിയസ് പടങ്ങൾ സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്നത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പം മമ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വീട് നിരത്തി ഇടാൻ പറ്റത്തില്ല, നനഞ്ഞ ചേർത്തി കൊണ്ടുവന്ന് പെട്ടിയിടാൻ പറ്റത്തില്ല. അതേപോലെ ഐഷുവിൻ്റെ മമ്മിക്ക് ഐഷു ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന സംഭവം എന്താണ്? അത് ഞാൻ ഇവിടെ പറയാൻ കൊടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. ചെറുതായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓഡിയൻസിനോട് ചോദിക്കുകയായിരുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി വി വോണ്ട് ടു ഹിയർ ഫ്രം ആ ഹീറോ അല്ലേ? വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഞാൻ ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ അമ്മ പിണങ്ങും എന്നുള്ളത് സത്യം പറഞ്ഞ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത്. അത് നന്നായിട്ട് കുഴപ്പമുണ്ടാക്കാറും കഴിയാറുമുണ്ട്. പിന്നെ
പ്രശ്നങ്ങളില്ല. പിന്നെ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നം അത് ഇവിടെ പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എനിക്ക് മനസ്സിലാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ തൽക്കാലം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഐഷ. താങ്ക് യു. ഓൾറൈറ്റ്. അപ്പം ഐഷനായിട്ട് സംസാരിച്ചപ്പോൾ ഐഷ പറയുകയുണ്ടായി വൈശാഖ് ഏട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതെന്ന്. ദ ഡയറക്ടർ ഓഫ് ഹലോ മമ്മി. ആദ്യ സിനിമ തന്നെ നോട്ട് ഈവൻ എ വീക്ക് ഇത്ര വലിയ സക്സസ് ആയിരിക്കുകയാണ്. ഫാമിലി ഓഡിയൻസിൽ നിന്നും ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുകയാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഒരു ജോണർ തിരഞ്ഞെടുത്തൊരു സംഭവം ലൈക്ക് ഹ്യൂമർ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ഫിയറും ഉണ്ട്. നമസ്കാരം. യെല്ലോ മമ്മി സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഈ സമയത്ത് ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും തിയേറ്റേഴ്സിലല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി, ഞങ്ങളൊക്കെ കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് തന്നെ ഇറങ്ങാം എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോണർ ഇതൊരു ഹൊറർ കോമഡി, ഫാൻറ്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, പേഴ്സണലി ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണറിൽ തന്നെ ആദ്യത്തെ സിനിമ വരണം എന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തത്. ഈ സിനിമയിൽ ഇപ്പം ഇവരെ കൂടാതെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആൻറ്റി ചേട്ടനുണ്ട്, പിന്നെ ബോളിവുഡിൽ നിന്നും സണ്ണി ഹിന്ദുജയുണ്ട്, ബിന്ദു പണിക്കർ മാമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും വർത്ത് വാച്ച് ആണ്. എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക. കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന് വൈബ് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്.